നമസ്കാരം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ തീയതി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അത് ഡിസംബർ 20-നാണ്. ഇന്നത്തെ ക്ലാസ് മുതൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷാ സിലബസിലെ 20 മാർക്കിൻ്റെ ഭാഗമുണ്ടല്ലോ, സ്പെഷ്യൽ ടോപ്പിക്, അതാണ് നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. നിങ്ങൾക്കറിയാം, സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഭാഗത്ത് 20 മാർക്കാണ്. അത് ഈ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഒരുപാട് കാട് കയറി പഠിക്കാനായിട്ട് പോകാനുള്ള സമയമില്ല. അതുകൊണ്ട് ആ ഭാഗം വളരെ കൃത്യമായി ലളിതമായി പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പ് തരാനായിട്ട് പറ്റും, ഈ ക്ലാസ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 20 മാർക്കിൽ 17-18 മാർക്ക് എന്തായാലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വളരെ ക്ഷമയോടെ കൃത്യതയോടുകൂടി ഈ ക്ലാസ്സുകൾ കണ്ടു തീർക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളെക്കുറിച്ച് അറിയുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ കൂടി അംഗമാവുക. നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പം നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ നേരത്തെ പറഞ്ഞു, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്ക്, അതിൽ നിന്ന് 20 ചോദ്യങ്ങളാണുള്ളത് അല്ലേ. ആ 20 ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ 4 ടോപ്പിക്കുകളിൽ നിന്നാണ് 20 മാർക്ക്. അതിലൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഫോറസ്റ്റ്, ഒരു ടോപ്പിക് അതാണ്. വേറൊന്ന് വൈൽഡ് ലൈഫ്, വേറൊന്ന് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. 3 ടോപ്പിക്കായി. ഈ 3 ടോപ്പിക്കിൽ നിന്ന് 18 ചോദ്യങ്ങളുണ്ടാവും. 3 ടോപ്പിക്കിൽ നിന്ന് എത്ര ചോദ്യം? 18 ചോദ്യം. പിന്നെ 2 ചോദ്യങ്ങൾ, അതേത് ഭാഗത്താണ്? IT എന്ന് പറയുന്ന ഭാഗത്താണ്. IT എന്ന് പറയുമ്പോൾ എല്ലാം പഠിക്കേണ്ട, അതിനകത്ത് അത്യാവശ്യം പറഞ്ഞിരിക്കുന്ന കുറച്ച് സെക്ഷൻസ് ഉണ്ട്. അത് മാത്രം വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഒറ്റ ക്ലാസ് കൊണ്ട് തന്നെ നമുക്ക് ആ 2 മാർക്കിൻ്റെ ഭാഗം പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. ആ 2 മാർക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അതിനകത്ത് യാതൊരു വിധത്തിലുള്ള സംശയമില്ല. അപ്പോൾ ഇതാണ് 20 മാർക്കിൻ്റെ ഭാഗം അല്ലേ. അതിൽ നമ്മൾ ഇന്നത്തെ ദിവസം പഠിക്കാനായിട്ട് പോകുന്നത് ഫോറസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇന്നത്തെ ക്ലാസ് കൊണ്ട് അത് തീരത്തില്ല, കുറച്ച് വലിയ ഭാഗമാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് അത് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ തുടങ്ങുന്ന ഏതാണ്? ഫോറസ്റ്റ്. അത് പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം വളരെ പ്രസിദ്ധമായിട്ടുള്ള വനവുമായി ബന്ധപ്പെട്ട ചില ഉദ്ധരണികൾ ഒന്ന് പരിചയപ്പെട്ട് വയ്ക്കണം. അതിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഉദ്ധരണിയാണ്, ഒരു പക്ഷേ നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. വനം കേവലം പവിത്രതയുടെ ഒരു പ്രകടനമോ പ്രതിനിധാനമോ അല്ല, പവിത്രതയെ വിളിച്ചപേക്ഷിക്കാനുള്ള സ്ഥലവുമല്ല, വനം എന്നത് പവിത്രത തന്നെയാണ്. അപ്പോൾ ആ വനവുമായി ബന്ധപ്പെട്ട ഉദ്ധരണിയാണ്. എങ്ങനെയാണ് പറഞ്ഞത്? വനം എന്ന് പറയുന്നത് പവിത്രതയുടെ പ്രകടനമോ പ്രതിനിധാനമോ അല്ല, പവിത്രതയെ വിളിച്ചപേക്ഷിക്കാനുള്ള സ്ഥലവുമല്ല, വനം എന്ന് പറയുന്നത് പവിത്രത തന്നെയാണ്. ഫോറസ്റ്റ് ഈസ് സേക്രഡ് എന്ന് പറയുന്ന ഒരു ഉദ്ധരണി. ആ ഉദ്ധരണി ആരുടേതാണെന്ന് ചോദിച്ചാൽ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു അമേരിക്കൻ പ്രകൃതിശാസ്ത്രജ്ഞൻ്റെ ഉദ്ധരണിയാണ്. പ്രകൃതിശാസ്ത്രജ്ഞനാണ്, നരവംശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ ഉദ്ധരണിയാണ്. ആരാണ് അദ്ദേഹം? റിച്ചാർഡ് നെൽസൺ. അപ്പോൾ റിച്ചാർഡ് നെൽസന്റെ ഉദ്ധരണി ഒന്ന് പരിചയപ്പെട്ട് വയ്ക്കുക. വനം എന്ന് പറയുന്നത് എന്താണ്? പവിത്രത തന്നെയാണ്. അത് കേവലം എന്താണ്? പവിത്രതയുടെ പ്രകടനമോ പ്രതിനിധാനമോ അല്ലെങ്കിൽ പവിത്രതയെ വിളിച്ചപേക്ഷിക്കാനുള്ള സ്ഥലമോ മാത്രമല്ല, അതെന്ത് തന്നെയാണ്? അത് പവിത്രത തന്നെയാണ് എന്ന് പറഞ്ഞതാരെന്ന് ചോദിച്ചാൽ റിച്ചാർഡ് നെൽസൺ ആണ്. അതുപോലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു ഉദ്ധരണിയുണ്ട്. പ്രപഞ്ചത്തിലേക്കുള്ള ഏറ്റവും വ്യക്തമായ വഴി വനാന്തരത്തിലൂടെയാണ്. പ്രപഞ്ചത്തിലേക്കുള്ള ഏറ്റവും വ്യക്തമായ വഴി വനാന്തരത്തിലൂടെയാണ്. ഒരുപാട് അർത്ഥമുണ്ട് ഈ വാക്കുകൾക്കെല്ലാം. അതൊന്നും വിശദീകരിക്കാനായിട്ട് തൽക്കാലം നിൽക്കുന്നില്ല, കാരണം അതിൻ്റെ ആവശ്യം നമുക്കിവിടെ വരുന്നില്ല. അപ്പോൾ ഈ ഉദ്ധരണി ഒന്ന് പരിചയപ്പെട്ട് വയ്ക്കുക എന്നുള്ളതാണ്. പ്രപഞ്ചത്തിലേക്കുള്ള ഏറ്റവും വ്യക്തമായ വഴി വനാന്തരത്തിലൂടെയാണ് എന്ന് പറഞ്ഞത് ആരെന്ന് ചോദിച്ചാൽ ജോൺ മുയർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. സ്കോട്ടിഷ് വംശജനായിട്ടുള്ള ഒരു അമേരിക്കൻ പ്രകൃതിശാസ്ത്രജ്ഞനാണ് ജോൺ മുയർ. സ്കോട്ടിഷ് വംശജനായിട്ടുള്ള അമേരിക്കൻ പ്രകൃതിശാസ്ത്രജ്ഞൻ ആര്? ജോൺ മുയർ.
ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഉദ്ധരണി നോക്കാം. ലോകത്തിലെ വനങ്ങളോട് നാം ചെയ്യുന്നത് നാം നമ്മോട് തന്നെ ചെയ്യുന്ന പ്രവൃത്തിയുടെ കണ്ണാടി പ്രതിഫലനമാണ്. അല്ലേ? ലോകത്തിലെ വനങ്ങളെ നമ്മൾ നശിപ്പിക്കുന്നു. അല്ലേ? ലോകത്തിലെ വനങ്ങളോട് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് നാം നമ്മോട് തന്നെ ചെയ്യുന്ന പ്രവൃത്തിയുടെ കണ്ണാടി പ്രതിഫലനമാണ് എന്ന് പറഞ്ഞത് ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ രാഷ്ട്രപിതാവാണ്, മഹാത്മാഗാന്ധി. അപ്പം ഞാൻ ആദ്യം 3 ഉദ്ധരണികളാണ് പറഞ്ഞത്. വനം എന്ന് പറയുന്നത് കേവലം പവിത്രത വിളിച്ചപേക്ഷിക്കാനുള്ള സ്ഥലമോ അല്ലെങ്കിൽ പവിത്രതയുടെ പ്രതിനിധാനമോ അല്ലെങ്കിൽ പവിത്രതയുടെ പ്രകടനമോ അല്ല. വനം എന്ന് പറയുന്നത് പവിത്രത തന്നെയാണ്. പ്രപഞ്ചത്തിലേക്കുള്ള വഴി അത് ഏത് വഴിയാണ്? അത് വനത്തിലൂടെയാണ്, വനാന്തരങ്ങളിലൂടെയാണ്. അല്ലെ? വേറൊരു ഉദ്ധരണി. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഉദ്ധരണി പറഞ്ഞത് എന്താണ്? നാം നമ്മോട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുടെ കണ്ണാടി പ്രതിഫലനം. വനങ്ങളോട് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നാം നമ്മോട് തന്നെ കാണിക്കുന്ന പ്രവൃത്തിയുടെ കണ്ണാടി പ്രതിഫലനം. അല്ലെ? അങ്ങനെ 3 ഉദ്ധരണി. അതിൽ പവിത്രത, വനം പവിത്രതയാണ് എന്ന് പറഞ്ഞ റിച്ചാർഡ് നെൽസൺ. പ്രപഞ്ചത്തിലേക്കുള്ള മാർഗം വനാന്തരത്തിലൂടെയാണ് എന്ന് പറഞ്ഞത് ജോൺ മുയർ. പിന്നെ അത് കഴിഞ്ഞിട്ട് വനത്തോട് നമ്മൾ കാണിക്കുന്നത് നമ്മോട് തന്നെ കാണിക്കുന്ന പ്രവൃത്തിയുടെ കണ്ണാടി പ്രതിഫലനമാണ് എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധി. അല്ലേ? അപ്പോൾ അത്രയും കാര്യങ്ങൾ ആദ്യം അവിടെ മനസ്സിലാക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. വനത്തിന് ഒരു നിർവചനം പറയണം. വനത്തിന് ഒരു നിർവചനം പറയണം. അത് ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. കാരണം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എന്തുണ്ട്? വനമുണ്ട്. അത് ഇന്നോ ഇന്നലെയോ വച്ച് പിടിപ്പിച്ച സാധനമല്ല. കാലാകാലങ്ങളായിട്ട്, എത്രയോ കാലങ്ങളായിട്ട് നിലനിന്നു പോരുന്ന ഒരു സത്യമാണ് ഏത്? വനം. അപ്പോൾ ഓരോ സ്ഥലത്തും വനത്തിന് അതിൻ്റേതായിട്ടുള്ള ഡെഫിനിഷൻസ് ഉണ്ട്, നിർവചനങ്ങളുണ്ട്. എല്ലാത്തിനും കൂടി ഒരു നിർവചനം പറയുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും നമുക്കൊരു നിർവചനം പഠിക്കാം. ആരുടെ നിർവചനം? ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നൊരു സംഘടനയുണ്ട്. അല്ലേ? അതിൻ്റെ ഒരു ഏജൻസിയാണ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ, FAO. അതിൻ്റെ ആസ്ഥാനം റോം ആണെന്ന് നിങ്ങൾക്കറിയാം. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ വനത്തിനെ നിർവഹിച്ചിട്ടുണ്ട്. പല സ്ഥലത്തും വനത്തിൻ്റെ നിർവചനമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് FAOയുടെ നിർവചനമാണ്, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ നിർവചനമാണ്. അപ്പോൾ ആ നിർവചനം ഒന്ന് മനസ്സിലാക്കി വയ്ക്കണം. അപ്പോൾ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ പറയുന്നു, ഒരു വനം എന്ന് പറഞ്ഞാൽ അതിന് 0.5 ഹെക്ടറിൽ കൂടുതൽ വിസ്തീർണം ഉണ്ടാകണം. ഒരു വനം എന്ന് പറയുമ്പോൾ 0.5 ഹെക്ടറിൽ കൂടുതൽ വിസ്തീർണമുണ്ടാകണം. അപ്പോൾ എന്താണ് 0.5 ഹെക്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 1 ഹെക്ടർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 250 സെൻറ്റ്, അതായത് 2.5 ഏക്കറാണ്. 1 ഹെക്ടർ എന്ന് പറഞ്ഞാൽ 2.5 ഏക്കറാണ്, 250 സെൻറ്റാണ്. ഇവിടെ പറഞ്ഞത് 0.5 ഹെക്ടറിൽ കൂടുതൽ വിസ്തീർണം ഉണ്ടായിരിക്കണമെന്നാണ്. അതായത് 125 സെൻറ്റിൽ കൂടുതൽ വിസ്തീർണമുള്ള ഒരു പ്രദേശത്തെ നമുക്ക് വനം എന്ന് വിളിക്കാം. അല്ലേ? അതിന് വേറെയും ചില കാര്യങ്ങളുണ്ട്. ആ പറഞ്ഞ സ്ഥലത്ത് 5 മീറ്ററിൽ അധികമെങ്കിലും ഉയരമുള്ള വൃക്ഷങ്ങളുണ്ടാവണം. അല്ലേ? ഒന്നാമത്തെ കാര്യം ഇതാണ്, 0.5 ഹെക്ടറിൽ കൂടുതൽ വിസ്തീർണം ഉണ്ടാകണം. അവിടെ 5 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള വൃക്ഷങ്ങളുണ്ടാകണം. 5 മീറ്റർ ഉയരത്തിൽ ഉള്ള വൃക്ഷങ്ങളുണ്ടാവണം. അതുപോലെ തന്നെ ആ സ്ഥലത്ത് പാർപ്പിടങ്ങളോ കൃഷിയിടങ്ങളോ തോട്ടങ്ങളോ ഉണ്ടാകാൻ പാടില്ല. വനം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പാർപ്പിടങ്ങൾ ഉണ്ടാവരുത്, തോട്ടങ്ങൾ ഉണ്ടാവരുത്, കൃഷിയിടങ്ങൾ ഉണ്ടാവരുത്. ശരി, അപ്പോൾ 3 പോയിന്റ് പറഞ്ഞു. ഇനി 4ാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ വൃക്ഷമേലാപ്പ് എന്ന് പറയുന്നത് 10% കൂടുതലായിരിക്കണം. അവിടുത്തെ വൃക്ഷമേലാപ്പ് 10% കൂടുതലായിരിക്കണം. എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ആ കാര്യം പിടികിട്ടിയിട്ടില്ല. എന്താണ് വൃക്ഷമേലാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. വൃക്ഷമേലാപ്പ് ഇംഗ്ലീഷിൽ നമ്മൾ കനോപ്പി എന്ന് പറയും, CANOPY, കനോപ്പി. എന്താണ് വൃക്ഷമേലാപ്പ്? നിങ്ങളൊരു വനത്തിനകത്ത് ചെന്ന് നിൽക്കുക, ഇടതൂർന്ന വൃക്ഷങ്ങളുള്ള ഒരു വനത്തിനകത്ത് ചെന്ന് നിന്നിട്ട് മുകളിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ആകാശം എത്രത്തോളം കാണാൻ പറ്റും? വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റത്തില്ല.
അല്ലേ? അപ്പോൾ ആ വൃക്ഷങ്ങൾ കൊണ്ട് അത് പലതും എന്ത് ചെയ്യും, മറയ്ക്കപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് ഭാഗമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതാണ് വൃക്ഷമേലാപ്പ് എന്ന് പറയുന്നത്. ആ വൃക്ഷമേലാപ്പ് ആകാശത്തിൻ്റെ കാഴ്ച എന്ത് ചെയ്യുന്നു, മറയ്ക്കുന്നു. അപ്പോൾ വൃക്ഷമേലാപ്പ് എന്ന് പറയുന്ന ഒരു പ്രയോഗം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ വനത്തെ നിർവഹിച്ചിട്ടുണ്ട്. വനം എന്ന് പറയണമെങ്കിൽ അതിന് 0.5 ഹെക്ടറിൽ കൂടുതൽ വിസ്തീർണം ഉണ്ടായിരിക്കണം. അവിടെ എന്ത് വേണം, 5 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള വൃക്ഷങ്ങൾ ഉണ്ടായിരിക്കണം. അവിടെ തോട്ടങ്ങളോ കൃഷിയിടങ്ങളോ പാർപ്പിടങ്ങളോ ഉണ്ടായിരിക്കരുത്. 10% കൂടുതലെങ്കിലും വൃക്ഷമേലാപ്പ് അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരു സ്ഥലത്തെ നമുക്ക് മിനിമം അത്രയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, വനം എന്ന് പറയാം. ആരുടെ നിർവചനം? എ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ. ഇനി അവിടെ മനസ്സിലാക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞ വൃക്ഷമേലാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വനത്തെ തരംതിരിക്കാറുണ്ട്. വൃക്ഷമേലാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വനത്തെ തരംതിരിക്കാറുണ്ട്. ഇപ്പോൾ വൃക്ഷമേലാപ്പ് എന്ന് പറയുന്നത് 70% കൂടുതലാണ്. അതായത് 70% കൂടുതൽ കാഴ്ചയെ മറയ്ക്കുന്നു. 70% കൂടുതലാണ് വൃക്ഷമേലാപ്പ്, അല്ലെങ്കിൽ വൃക്ഷമേലാപ്പിൻ്റെ സാന്ദ്രത 70% കൂടുതലാണ് എങ്കിൽ അത്തരം വനത്തെ നമ്മൾ പറയും വെരി ഡെൻസ് ഫോറസ്റ്റ്. വെരി ഡെൻസ് ഫോറസ്റ്റ്, അതായത് ഉഗ്രവനം, നിബിഡവനം എന്ന് നമ്മൾ പറയും. അപ്പോൾ വൃക്ഷമേലാപ്പിൻ്റെ സാന്ദ്രത 70% കൂടുതലാണെങ്കിൽ അത്തരം വനത്തെ നമ്മൾ പറയും നിബിഡവനം, ഉഗ്രവനം എന്ന് നമ്മൾ പറയും. ഇനി അത് കഴിഞ്ഞിട്ട് വൃക്ഷമേലാപ്പിൻ്റെ സാന്ദ്രത 40%-നും 70%-നും ഇടയ്ക്കാണ് എങ്കിൽ, വൃക്ഷമേലാപ്പിൻ്റെ സാന്ദ്രത 40%-നും 70%-നും ഇടയ്ക്കാണ് എങ്കിൽ അത്തരം വനത്തെ നമ്മൾ പറയുന്നത് മോഡറേറ്റ്ലി ഡെൻസ് ഫോറസ്റ്റ് എന്നാണ്. മിതമായിട്ടുള്ള നിബിഡ വനം, അല്ലെ? മോഡറേറ്റ്ലി ഡെൻസ് ഫോറസ്റ്റ് എന്ന് പറയും. അപ്പോൾ 70%-ൽ കൂടുതലാണെങ്കിൽ ഉഗ്രവനം, നിബിഡ വനം, അതായത് വെരി ഡെൻസ് ഫോറസ്റ്റ്. 40-നും 70%-നും ഇടയ്ക്കാണ് വൃക്ഷമേലാപ്പെങ്കിൽ നമ്മൾ പറയും, എങ്ങനെ പറയും? മോഡറേറ്റ്ലി ഡെൻസ് ഫോറസ്റ്റ് എന്ന് പറയും. ഇനി അത് കഴിഞ്ഞിട്ട് വൃക്ഷമേലാപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൃക്ഷമേലാപ്പ് 10%-നും 40%-നും ഇടയ്ക്കാണെങ്കിൽ, ഇവിടെയാണ് ചോദ്യം വരാനുള്ള സാധ്യത. വൃക്ഷമേലാപ്പ് 10%-നും 40%-നും ഇടയ്ക്കാണെങ്കിൽ അത്തരം വനങ്ങളെ പറയുന്നതാണ് ഓപ്പൺ ഫോറസ്റ്റ്. അപ്പോൾ ഓപ്പൺ ഫോറസ്റ്റ് എന്ന് പറയുന്നത് 10%-നും 40%-നും ഇടയ്ക്ക് സാന്ദ്രതയുള്ള വൃക്ഷമേലാപ്പുള്ള വനങ്ങളാണ്, അല്ലേ? അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 10%-നും താഴെയാണ് വൃക്ഷമേലാപ്പെങ്കിലോ, വൃക്ഷമേലാപ്പ് 10%-നും താഴെയാണ് എങ്കിൽ അത്തരം വനങ്ങളെ നമ്മൾ പറയും എന്താണ്? സ്ക്രബ് അഥവാ കുറ്റിക്കാട് എന്ന് പറയും. സ്ക്രബ് അഥവാ കുറ്റിക്കാട്. ഷ്രബ് എന്നല്ല, സ്ക്രബ് എന്ന് തന്നെയാണ്. സ്ക്രബ് അഥവാ കുറ്റിക്കാട്, അല്ലേ? അപ്പം നമ്മൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു? വൃക്ഷമേലാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു. അപ്പോൾ വൃക്ഷമേലാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് ഏതൊക്കെ രീതിയാണെന്നുള്ളത് മനസ്സിലായല്ലോ. അതിനു മുമ്പ് നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്? FAOയുടെ നിർവചനം. FAOയുടെ നിർവചനം അനുസരിച്ച് എന്താണ് വനം എന്ന് പറഞ്ഞാൽ 0.5 ഹെക്ടറിൽ കൂടുതൽ വിസ്തീർണം ഉണ്ടായിരിക്കണം, കുറഞ്ഞത് 5 മീറ്ററിലധികം ഉയരമുള്ള വൃക്ഷങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം, 10%-ത്തിൽ കൂടുതൽ വൃക്ഷമേലാപ്പ് ഉണ്ടായിരിക്കണം. പിന്നെ പറഞ്ഞു അവിടെ കൃഷിസ്ഥലങ്ങളോ തോട്ടങ്ങളോ പാർപ്പിടങ്ങളോ ഉണ്ടായിരിക്കരുത്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രസ്താവന രീതിയിൽ ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചോണം. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നമ്മൾ വൃക്ഷമേലാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുമെന്ന് പറഞ്ഞു. 70%-ത്തിൽ കൂടുതലാണ് വൃക്ഷമേലാപ്പ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വെരി ഡെൻസ് ഫോറസ്റ്റ് എന്ന് പറയും. 40-നും 70%-നും ഇടയ്ക്കാണ് വൃക്ഷമേലാപ്പ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മോഡറേറ്റ്ലി ഡെൻസ് ഫോറസ്റ്റ് എന്ന് പറയും. അതേസമയം 10%-നും 40%-നും ഇടയ്ക്കാണെങ്കിൽ ഓപ്പൺ ഫോറസ്റ്റ് എന്ന് പറയും. സ്ക്രബ് എന്ന് പറയുന്നത് വൃക്ഷമേലാപ്പ് 10%-നും താഴെയാകുമ്പോഴാണ്, അല്ലേ? സ്ക്രബ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഉയരത്തിൽ വളരുന്ന സസ്യങ്ങളുള്ള സ്ഥലമല്ല. സ്ക്രബ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കുറ്റിക്കാട്, ഇപ്പം നമ്മൾ ഇരവികുളം നാഷണൽ പാർക്ക് എന്നൊക്കെ പറയുന്നത് സ്ക്രബ് വിഭാഗത്തിൽ വരുന്നതാണ്. ചോലവനം എന്ന് പറയുന്നത് കുറ്റിക്കാടിൻ്റെ വേറൊരു പേരാണ് ചോലവനം. കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ കുറ്റിക്കാട് എന്നുള്ളതിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് ചോലവനം അല്ലെങ്കിൽ ഷോലവനം എന്നൊക്കെ പറയും. അപ്പോൾ അത് 10%-ന് എന്താണ് താഴെയാണ് എങ്കിൽ അത് കുറ്റിക്കാടാണ്, അല്ലേ? അപ്പോൾ അത് സ്ക്രബ്. ഇനി അവിടെ ഒരു കാര്യം കൂടി പരിചയപ്പെടണം. ഈ കുറ്റിക്കാടുകളിലുള്ള
വൃക്ഷങ്ങൾ. വൃക്ഷങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, വലിയ സസ്യങ്ങൾ, വലിയ വൃക്ഷങ്ങൾ ഉണ്ടാവില്ല, ചെറിയ സസ്യങ്ങളായിരിക്കും. കുറ്റിക്കാടുകളിലുള്ള സസ്യങ്ങൾ അത് ഏത് പേരിൽ അറിയപ്പെടും? കാമേഫൈറ്റ്സ് എന്ന് അറിയപ്പെടും, അല്ലെ? അപ്പം വൃക്ഷം എന്ന് പറയണമെങ്കിൽ അത് ഇത്തിരി വലിയ കാണ്ഡമൊക്കെയുള്ള, ദൃഢതയൊക്കെയുള്ള, വലിയ ഉയരത്തിലൊക്കെ വളരുന്ന ഒരു സസ്യത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വൃക്ഷം എന്ന് പറയുന്നത്, അല്ലെ? ഇതിപ്പോ നമ്മൾ പറയും വൃക്ഷം എന്ന് പറയേണ്ട, സസ്യം എന്നങ്ങ് പറഞ്ഞാൽ മതി. കാമേഫൈറ്റ്സ് എന്ന് പറയുന്നത് കുറ്റിക്കാട് ആ വിഭാഗത്തിൽ വരുന്ന സസ്യങ്ങളാണ്. ഏത്? കാമേഫൈറ്റ്സ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. കാമേഫൈറ്റ്സ് എന്നറിയപ്പെടുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ കുറ്റിക്കാട് വിഭാഗത്തിൽ വരുന്ന, ആ വിഭാഗത്തിൽ വരുന്ന സസ്യങ്ങളാണ് കാമേഫൈറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പോൾ ഫൈറ്റ്സ് എന്നുള്ള പ്രയോഗം ഇനി പല സ്ഥലത്തും നമ്മൾ ഉപയോഗിക്കും. ഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫൈറ്റൺ, PHYTON. ഫൈറ്റൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സസ്യം എന്നുള്ളതാണ്. ലാറ്റിൻ ഭാഷയിൽ ഫൈറ്റൺ എന്ന് പറഞ്ഞാൽ അത് സസ്യം എന്നുള്ളതാണ്. അപ്പോൾ ഫൈറ്റ്സ് എന്ന് പറയുന്നത് എവിടെ കേട്ടാലും സസ്യമാണ് എന്നുള്ള അർത്ഥത്തിൽ എടുത്തോണം. അപ്പോൾ കാമേഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ കുറ്റിക്കാടിൻ്റെ വിഭാഗത്തിൽ വരുന്ന ചെറിയ സസ്യങ്ങളാണ് കാമേഫൈറ്റ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. പരീക്ഷയ്ക്ക് ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് വനം കൊണ്ടുള്ള ഉപയോഗം എന്താണ്, അല്ലെങ്കിൽ വനത്തിൽ നിന്ന് എന്തെല്ലാം ഗുണങ്ങൾ നമുക്കുണ്ട് എന്ന് ചോദിച്ചാൽ അത് രണ്ട് തരത്തിലുള്ള ഗുണങ്ങളുണ്ടെന്ന് പറയും. അതായത് ഒന്ന് ഡയറക്റ്റ് ബെനിഫിറ്റ്, വേറൊന്ന് ഇൻഡയറക്റ്റ് ബെനിഫിറ്റ്. ഇപ്പോൾ കൂട്ടുകാർക്കെല്ലാം വനം കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അറിയാമായിരിക്കും. പക്ഷേ അത് ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ, എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത് എന്നൊരു പക്ഷേ വ്യക്തതയില്ലായിരിക്കും. അപ്പോൾ വനത്തെക്കുറിച്ചൊരു ബേസിക് ആയുള്ള ഐഡിയ നിങ്ങൾക്കുണ്ടായിരിക്കുകയും ആ ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റാതാവുകയും ചെയ്താൽ ആ സങ്കടത്തിൽ പരം വലിയ സങ്കടം വേറെയില്ല. അപ്പോൾ അറിയാവുന്ന ഒരു മാർക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം ഒന്ന് എടുത്ത് പറയുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. വനം കൊണ്ട് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ഗുണമാണുള്ളത്. ഒന്ന് പ്രത്യേക ഗുണം, ഡയറക്റ്റ് ബെനിഫിറ്റ്, അല്ലെ? ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് പ്രത്യക്ഷത്തിൽ അനുഭവവേദ്യമാവുന്നത്, അതാണ് ഈ പറഞ്ഞ പ്രത്യക്ഷ ഗുണം. വനത്തിൽ നിന്ന് തടി കിട്ടും, വനത്തിൽ നിന്ന് വിറക് കിട്ടും എന്ന് പറയുന്നത് പരോക്ഷമായിട്ടുള്ള ഒന്നല്ല, പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അല്ലെ? അപ്പൊ അത് പ്രത്യക്ഷ ഗുണമാണ്. വനത്തിൽ നിന്ന് തടി കിട്ടുന്നു, വിറക് കിട്ടുന്നു എന്ന് പറയുന്നത് അത് പ്രത്യക്ഷ ഗുണമാണ്. ഇനി വനത്തിൽ നിന്ന് ഫലങ്ങൾ കിട്ടുന്നു, ഔഷധ സസ്യങ്ങൾ കിട്ടുന്നു എന്ന് പറയുന്നതും എന്താണ്? പ്രത്യക്ഷ ഗുണമാണ്. വനത്തിൽ നിന്ന് എന്ത് കിട്ടുന്നു? ആ തടി കിട്ടുന്നു, ഫലങ്ങൾ കിട്ടുന്നു, ഔഷധ സസ്യങ്ങൾ കിട്ടുന്നു, വിറക് കിട്ടുന്നു എന്ന് പറയുന്നതെല്ലാം എന്താണ്? പ്രത്യക്ഷ ഗുണമാണ്. അപ്പം ഈ രണ്ട് കാര്യങ്ങളും, ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങളും പ്രത്യക്ഷ ഗുണത്തിൽ വരുന്ന ഒന്നാണ്. ഇനി അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, വനം എന്ന് പറയുന്നത് വന്യജീവികളുടെ പ്രകൃത്യാലുള്ള ആവാസ കേന്ദ്രമാണ്. നമുക്ക് നമ്മുടെ ഭവനം പോലെ, നമുക്ക് നമ്മുടെ വീട് പോലെ വന്യജീവികളുടെ പ്രകൃത്യാലുള്ള ആവാസ കേന്ദ്രമാണ് വനം എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. വനം നശിപ്പിച്ചാൽ വന്യജീവികളുടെ എണ്ണം കുറയും, അത് വംശമറ്റു പോകും എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ വനം എന്ന് പറയുന്നത് വന്യജീവികളുടെ ആവാസ കേന്ദ്രമാണ് എന്ന് ഞാൻ പറയുമ്പോൾ അത് എന്താണ്? അതൊരു പ്രത്യക്ഷ ഗുണമാണ്, ഡയറക്റ്റ് ബെനിഫിറ്റ് ആണ്, അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിലൊക്കെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മളെ ആരെങ്കിലും തേച്ചു, അങ്ങനെയാണല്ലോ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ്, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി, അല്ലെങ്കിൽ ഈ പറഞ്ഞ രണ്ട് പരീക്ഷകൾ എഴുതി രണ്ടിലും ഈ പറഞ്ഞ 8 നിലയിൽ പൊട്ടി, അപ്പോൾ ഈ പറഞ്ഞ എന്ത് ചെയ്യണമെന്നൊക്കെയുള്ള ഒരു ഡിപ്രഷനാണ്. അങ്ങനെ ഡിപ്രഷനൊക്കെ ആകുമ്പോൾ സാധാരണഗതിയിൽ പിള്ളേരൊക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഒരു ചെറിയ യാത്രയ്ക്കൊക്കെ അങ്ങ് പോകും, അല്ലെ? അത് വനാന്തരത്തിലൂടെയുള്ള യാത്രയാണെങ്കിൽ കുറച്ച് കുളിർമയും ശാന്തതയും സമാധാനവും ഒക്കെ ലഭിക്കും. ഒരു പച്ചപ്പൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സന്തോഷം ഫീൽ ചെയ്യും. നമ്മൾ രാവിലെ എണീച്ചിട്ട് കുറച്ച് നേരം വൃക്ഷങ്ങളൊക്കെ ഒന്ന് ഇരുന്ന് നോക്ക്, നിങ്ങൾക്ക് അല്പം സമാധാനം കിട്ടും. പച്ചപ്പുള്ള സ്ഥലത്തോട്ട് നോക്കിയാൽ കണ്ണിനും മനസ്സിനും ചിന്തകൾക്കും സമാധാനമാണെന്നാണ് പറയാറ്. അപ്പോൾ വനം കൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അതായത് വിനോദത്തിനായിട്ട് നമുക്ക് വനങ്ങളെ ആശ്രയിക്കാൻ പറ്റും, വിനോദത്തിനായിട്ട് വനങ്ങളെ ആശ്രയിക്കാനായിട്ട് പറ്റും. അതൊരു പ്രത്യക്ഷ ഗുണമാണ്, അല്ലെ? മനുഷ്യന് ഈ പറഞ്ഞൊരു വിനോദമായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കന്നുകാലികളുടെ എന്താണ്? വിഹാര കേന്ദ്രമാണ്, അല്ലെ? മേൽ സ്ഥലം കൂടിയാണ് ഏത്? ഈ പറഞ്ഞ വനം എന്ന് പറയുന്നത്. അപ്പോൾ അതും എന്താണ്? പ്രത്യക്ഷ ഗുണമാണ്. കന്നുകാലികളുടെ മേച്ചിൽപ്പുറങ്ങൾ,
അല്ലേ? കന്നുകാലികളുടെ മേച്ചിൽ പുറങ്ങളാണ്. ഉള്ളിലോട്ടൊന്നും പോകത്തില്ലായിരിക്കും, പരിസരത്ത് കിടന്ന് കറങ്ങുമായിരിക്കും. കന്നുകാലികളുടെ മേച്ചിൽ പുറങ്ങൾ. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ ഒന്ന് എടുത്തെടുത്തെടുത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഒരു മാർക്ക് കളയണ്ട. അപ്പോൾ തടി അത് പ്രത്യക്ഷ ഗുണമാണ്. ഫലങ്ങൾ, ഔഷധ സസ്യങ്ങൾ പ്രത്യക്ഷ ഗുണമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്യജീവികളുടെ പ്രകൃതിയാലുള്ള ആവാസ കേന്ദ്രങ്ങളാണ്. മനുഷ്യന് വിനോദവും സന്തോഷവും അത് പ്രദാനം ചെയ്യുന്നുണ്ട്. അതുപോലെ കന്നുകാലികളുടെ മേച്ചിൽ പുറങ്ങളാണ്. ഇതൊക്കെ എന്താണ്? പ്രത്യക്ഷത്തിലുള്ള ഗുണമാണ്. ഇതിനകത്ത് വേറൊരു സയൻസും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, പ്രത്യക്ഷത്തിലുള്ള ഗുണമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇൻഡയറക്റ്റ് ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാലോ, ഇൻഡയറക്റ്റ് ബെനിഫിറ്റ് അതായത് പരോക്ഷ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കാര്യം ഞാൻ പറയുന്നു, മണ്ണൊലിപ്പ് തടയുന്നു. മണ്ണൊലിപ്പ് തടയുന്നു. ഇത് പ്രത്യക്ഷത്തിൽ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. വനം മണ്ണൊലിപ്പ് തടയുന്നു എന്ന് പറയുമ്പോൾ കാഴ്ചയിൽ അത് വരുന്നില്ല, അല്ലേ? പക്ഷെ അത് സംഭവിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതിന് ശാസ്ത്രമൊക്കെ നമ്മൾ കൊച്ചുനാളിലെ മനസ്സിലാക്കുന്നതാണ്. മണ്ണൊലിപ്പ് തടയുന്നു, അതൊരു പരോക്ഷ ഗുണമാണ്. അതൊരു പരോക്ഷ ഗുണമാണ്. പ്രത്യക്ഷ ഗുണമാണോ? അല്ല. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. ആ എന്താണ് പരോക്ഷം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് കൂട്ടുകാർ മനസ്സിലാക്കേണ്ടത്. അതൊരു പരോക്ഷ ഗുണമാണ്. മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു, അല്ലെ? ഇലകളൊക്കെ വീണ് അഴുകി പിന്നെ ആ പറഞ്ഞ ആ സ്ഥലത്തോട്ട് പോഷക അംശങ്ങൾ ചേർന്ന് മണ്ണിനെ കൂടുതൽ എന്താക്കുന്നു? ഈ പറഞ്ഞ എൻറിച്ച്ഡ് ആക്കുന്നു. അതായത് വൃക്ഷങ്ങൾ, സസ്യങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. അപ്പം മണ്ണൊലിപ്പ് തടയുന്നു, അതൊരു സത്യമാണ്. മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു, അത് ഈ പറഞ്ഞ കുറച്ചുകൂടി വലിയ സത്യമാണ്. അതുപോലെ തന്നെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നു. ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നു. ഇത് പറയുമ്പോൾ കൂട്ടുകാർക്ക് തോന്നും, ഇത് തന്നെയല്ലേ സാറേ നേരത്തെയും പറഞ്ഞത് എന്ന് തോന്നും. അതായത് വന്യജീവികളുടെ പ്രകൃതിദത്ത ആവാസ കേന്ദ്രമാണ് വനം. അതൊരു പ്രത്യക്ഷ ഗുണം എന്നാണ് നമ്മൾ പറഞ്ഞത്. ജൈവ വൈവിധ്യ സംരക്ഷണം എന്ന് പറയുന്നത് ആ പറഞ്ഞ ആവാസ കേന്ദ്രം എന്നുള്ള അർത്ഥത്തിലല്ല. വനം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ഈ ജൈവ വൈവിധ്യം സംരക്ഷിക്കപ്പെടുകയുള്ളൂ. അതിനകത്ത് വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അതെന്താണ്? പരോക്ഷ ഗുണമാണ്. മറ്റത് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്ന സാധനമാണ്. ഒരാനയായാലും സിംഹമായാലും കടുവയായാലും അതിൻ്റെയൊക്കെ ആവാസ കേന്ദ്രമാണ് വനം എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യമാണ്. അത് പ്രത്യക്ഷ ഗുണമാണ്. ജൈവ വൈവിധ്യ സംരക്ഷണം, ആ ജൈവ വൈവിധ്യം എന്ന് പറയുന്ന വാക്കിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അതെന്താണ്? പരോക്ഷ ഗുണമാണ്. അപ്പോൾ മണ്ണൊലിപ്പ് തടയുന്നു, മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു, ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ജലചക്രത്തെ സ്വാധീനിക്കുന്നു. എങ്ങനെയാണ് വനം ജലചക്രത്തെ സ്വാധീനിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, കൊച്ചു ക്ലാസ്സിലെ പഠിക്കുന്നതാണ്. മഴ പെയ്യുന്നത് എങ്ങനെ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ജലചക്രത്തെ സ്വാധീനിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു. അത് പരസ്പരം എന്താണ്? പൂരകമാണ്. രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന വസ്തുതകളാണ്. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ വനത്തിന്റെ പ്രത്യക്ഷ ഗുണത്തിൽ പെടാത്തത് ഏത്? പ്രത്യക്ഷ ഗുണത്തിൽ പെടുന്നത് ഏത്? വനത്തിന്റെ പരോക്ഷ ഗുണമല്ലാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞ് ചോദ്യങ്ങൾ തരും. ഞാനിത് ഡയറക്റ്റായിട്ട് പറയുമ്പോൾ എളുപ്പമുള്ളതാണെന്ന് തോന്നുന്നതാണ്, അല്ലേ? ഇപ്പം വൃക്ഷമേലാപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ എളുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നിയതാണ്. അത് കേട്ടിട്ടില്ലെങ്കിൽ അത് പ്രയാസം തന്നെയാണ്. ഈ പറഞ്ഞ കനോപ്പി എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവില്ല, വൃക്ഷമേലാപ്പ് എന്ന് പറഞ്ഞാൽ പോലും മനസ്സിലാവില്ല. നമ്മളത് പറഞ്ഞ് വ്യക്തമാക്കിയപ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലായത്. അപ്പം ഇത് ശ്രദ്ധിച്ചു വയ്ക്കുക. ഇവിടെ നിന്ന് ഒരു ചോദ്യം ഉണ്ടാവും. ഇവിടെ നിന്ന് ഇത്രയും പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു ചോദ്യം തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ആകെ 7 ചോദ്യങ്ങളാണ് വരുന്നത്. മൊത്തം 18ആണ്. അതിൽ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് 7-6 ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ ഒരു ചോദ്യം ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങൾക്കകത്ത് നിങ്ങൾക്ക് കിട്ടും. കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ, അവിടെ തന്നെ ഒരു മാർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ലളിതമായിട്ട് പഠിക്കാം, കൃത്യമായിട്ട് പഠിക്കാം എന്ന് പറഞ്ഞത്. നിങ്ങൾ വേറൊരു പുസ്തകമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പഠിക്കാനേ തോന്നത്തില്ല, കളഞ്ഞിട്ട് പോകും. നിങ്ങൾ പിറ്റേ ദിവസം തന്നെ ഇത് മതിയാക്കിയിട്ട് പോകും. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്ക്, അവസാനം വരെ ഈ ക്ലാസ് കേൾക്ക്. അതിൻ്റെ ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. പഠിക്കാൻ ഒരു താല്പര്യം ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഈ വനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെറിയ താല്പര്യം ഉണ്ടെങ്കിൽ പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കേട്ട് നമുക്ക് ക്ലാസ് ഫോളോ ചെയ്യും. അടുത്തത് വേറൊരു കാര്യം, ഒരു മാർക്കിൻ്റെ സാധ്യത ഉള്ള ഒരു ഭാഗമാണ് NTFP.
വനത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങുമ്പോൾ ഒരുപാട് സ്ഥലത്ത് നിങ്ങൾ കേൾക്കുന്ന ഒരു വാക്കായിരിക്കും NTFP. NTFP എന്ന് പറയുന്നത് ഒരു ചുരുക്കെഴുത്താണ്. എന്താണ് NTFP എന്ന് ചോദിച്ചാൽ നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡക്ട്സ്. എന്താണ് നോൺ ടിമ്പർ? നോൺ N ടിമ്പർ. ടിമ്പർ എന്താണ്? തടി. ടിമ്പർ NT. പിന്നെ അത് ഫോറസ്റ്റ് F, പ്രൊഡക്ട്സ് P അല്ലെ. നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡക്ട്സ്. എന്താണ് NTFP എന്ന് പറഞ്ഞിട്ട് കാണും അല്ലെ. അതായത് നമ്മൾ പറയും തടി ഇതര ഉൽപ്പന്നങ്ങൾ, വനത്തിൽ നിന്ന് കിട്ടുന്ന തടി ഇതര ഉൽപ്പന്നങ്ങൾ അല്ലെ. തടി ഇതര ഉൽപ്പന്നങ്ങൾ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണ്? ഫലങ്ങൾ തടി ഇതര ഉൽപ്പന്നമാണ്. ഔഷധ സസ്യങ്ങൾ തടി ഇതര ഉൽപ്പന്നങ്ങളാണ് അല്ലെ. അതുപോലെ തന്നെ പലതരത്തിലുള്ള തേന് കിട്ടും, നമുക്ക് വനത്തിൽ നിന്ന് തേന് കിട്ടും. അതുപോലെ തന്നെ കോലരക്ക് കിട്ടും, പലതരത്തിലുള്ള പശകൾ നമുക്ക് കിട്ടും. ഇതെല്ലാം ഈ പറഞ്ഞ നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. വനത്തിൽ നിന്ന് നമുക്ക് തടി മാത്രമല്ല കിട്ടുന്നത്, അല്ലാതെയുള്ള സാധനങ്ങളും കിട്ടും. അതിനെ പൊതുവെ പറയുന്നതാണ് നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രോഡക്ട്സ്. അത് ഏതൊക്കെയാണ്, എന്തിനൊക്കെ ഉപയോഗിക്കും, എവിടെയാണ് കൂടുതലുള്ളത് എന്നുള്ള രീതിയിൽ ചോദ്യങ്ങളുണ്ട്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പം നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡക്ട്സ് എന്നുള്ളതിൻ്റെ ചുരുക്കെഴുത്താണ് NTFP എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. വേറൊരു ഭാഗം എന്ന് പറയുമ്പോൾ ഒരു ശാസ്ത്രജ്ഞനെ പരിചയപ്പെടണം. ഒരു ശാസ്ത്രജ്ഞൻ എന്ന് പറയുമ്പോൾ സസ്യശാസ്ത്രജ്ഞനാണ്. ജർമ്മൻകാരനായിട്ടുള്ള സസ്യശാസ്ത്രജ്ഞനാണ് ഡിട്രിച്ച് ബ്രാൻഡിസ്. ആരാണ്? ഡിട്രിച്ച് ബ്രാൻഡിസ്. പഠിച്ചു വയ്ക്കണം, ഒരു മാർക്കാണ്. ഡിട്രിച്ച് ബ്രാൻഡിസ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രോപ്പിക്കൽ ഫോറസ്ട്രിയുടെ പിതാവ് എന്ന് നമ്മൾ പറയും. ട്രോപ്പിക്കൽ ഫോറസ്ട്രി അല്ലേ. അതായത് ട്രോപ്പിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ഭൂമധ്യരേഖ അല്ലെ. ഭൂഗോളത്തിലെ ഭൂമധ്യരേഖ. ആ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഭാഗത്തായിട്ട് ഉത്തരായന രേഖയുണ്ട്. 23.5 ഡിഗ്രി അക്ഷാംശം എന്ന് പറയും. 23.5 ഡിഗ്രി നോർത്ത് അക്ഷാംശം അല്ലെ. ആ ഭൂമധ്യരേഖയ്ക്ക് താഴെയായിട്ട് ദക്ഷിണായന രേഖയുണ്ട് എന്ന് നമ്മൾ പറയും അല്ലെ. ദക്ഷിണായന രേഖ 23.5 ഡിഗ്രി സൗത്ത് അക്ഷാംശം. അപ്പോൾ ഈ പറഞ്ഞ അക്ഷാംശങ്ങൾക്കിടയ്ക്ക്, അതായത് ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയ്ക്കുള്ള ഭാഗം എന്ന് പറയുന്നത് സൂര്യപ്രകാശം ഏതാണ്ട് ലംബമായി പതിക്കുന്ന ഭാഗമാണ്. കുറച്ച് ചൂട് കൂടുതലുള്ള ഭാഗമാണ്. അപ്പോൾ അവിടെയുള്ള വനങ്ങൾ, ആ വനത്തിൻ്റെ സ്വഭാവം, അവിടെ എങ്ങനെ വനം വച്ച് പിടിപ്പിക്കാം, വനവൽക്കരണം എങ്ങനെ നടത്താം, അങ്ങനെ വനവുമായി ബന്ധപ്പെട്ട അറിവുകൾ, ആ വനവുമായി ബന്ധപ്പെട്ട പഠനം, അതിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ആര്? ഡിട്രിച്ച് ബ്രാൻഡിസ് അല്ലെ. ട്രോപ്പിക്കൽ ഫോറസ്ട്രിയുടെ പിതാവ്. അപ്പോൾ ട്രോപ്പിക്കൽ ഫോറസ്ട്രി എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് മേഖലയാണ് എന്ന് മനസ്സിലായോ? ഭൂമധ്യരേഖയ്ക്ക് അപ്പുറവും ഇപ്പുറവും 23.5 ഡിഗ്രി അപ്പുറവും ഇപ്പുറവുമുള്ള ഭാഗത്തുള്ള വനം, ആ വനത്തെക്കുറിച്ചുള്ള പഠനം, അതാണ് ട്രോപ്പിക്കൽ ഫോറസ്ട്രി അല്ലെ. പഠനം എന്ന് മാത്രമല്ല, അതിനകത്ത് വേറെയും ചില കാര്യങ്ങൾ വരും. തൽക്കാലം നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി വെക്കുക. ട്രോപ്പിക്കൽ ഫോറസ്ട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരും ചോദിച്ചാൽ ഡിട്രിച്ച് ബ്രാൻഡിസ് ആണ്. അപ്പോൾ അതൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ട്രോപ്പിക്കൽ ഫോറസ്ട്രിയുടെ പിതാവാണ് ഡിട്രിച്ച് ബ്രാൻഡിസ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ചോദ്യം ചോദിച്ചാലോ? ഇന്ത്യൻ ഫോറസ്ട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാലോ? ഇന്ത്യൻ ഫോറസ്ട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരും ചോദിച്ചാലും ഡിട്രിച്ച് ബ്രാൻഡിസ് ആണ്. ട്രോപ്പിക്കൽ ഫോറസ്ട്രിയുടെ പിതാവ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഫോറസ്ട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരും ചോദിച്ചാലും ആര് തന്നെയാണ്? ഡിട്രിച്ച് ബ്രാൻഡിസ് ആണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ലോകത്തിലെ വനങ്ങൾ പ്രധാനമായിട്ടും, ലോകത്ത് ഒരുപാട് തരത്തിലുള്ള വനങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വനമാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ അഥവാ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. അപ്പോൾ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, ലോകത്തെ പ്രധാനപ്പെട്ട 2 തരം വനങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുകയാണ്. പിന്നീട് നമ്മൾ കാര്യമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കും. ആദ്യം ഒന്ന് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കാം. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, ഈ പേര് കേൾക്കുമ്പോൾ ഇനി ചോടയൊന്നും വേണ്ട, അവിടെ ഇരുന്നാൽ മതി, നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. എവർഗ്രീൻ എന്നുള്ള വാക്ക് എന്താണ്? നിത്യഹരിതം. അതായത്
എപ്പോഴും ഈ പറഞ്ഞ പച്ചപ്പുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ റബ്ബർ തോട്ടത്തിൽ പോയാൽ അവിടെ ഈ പറഞ്ഞ എപ്പോഴും പച്ചപ്പുണ്ടായിരിക്കില്ല. ചില സമയത്ത് അതിങ്ങനെ ഇല പൊഴിച്ചുകൊണ്ടേയിരിക്കും, ചില സമയത്ത് ഒരുപാട് ഈ പറഞ്ഞ ഇല നിറഞ്ഞു നിൽക്കും, അല്ലേ? ഇവിടെ ഇപ്പം അങ്ങനെയല്ല. ഇവിടെ എന്ന് പറയുന്നത് എപ്പോഴും ഈ പറഞ്ഞ വനം എന്തായിരിക്കും? ഈ പറഞ്ഞ നിബിഡ വനമായിരിക്കും. എപ്പോഴും ഈ പറഞ്ഞ ആ ഒരു കനോപ്പി അത് മെയിൻറ്റെയിൻ ചെയ്യും. എപ്പോഴും ഈ പറഞ്ഞ സസ്യജാലങ്ങൾ പൂത്തുലഞ്ഞ് നിൽക്കും. അതാണ് ഈ പറഞ്ഞത് എവർ ഗ്രീൻ ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ എവർ ഗ്രീൻ ഫോറസ്റ്റ്, അല്ലെ? അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതലുള്ള വനം ഏത് തരത്തിലുള്ള വനമാണ് എന്ന് ചോദിച്ചാൽ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ്. ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് ഏത് തരം വനമാണ് എന്ന് ചോദിച്ചാൽ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ്. ഈ വനങ്ങളെ നമ്മൾ പറയും മഴക്കാടുകൾ എന്ന് പറയും. എങ്ങനെ പറയും? മഴക്കാടുകൾ, അല്ലെ? അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് ഏത് തരം വനമാണ് എന്ന് ചോദിച്ചാൽ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ്. ഏത് പേരിൽ അറിയപ്പെടുന്നത്? മഴക്കാടുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മഴക്കാടുകൾ ഇന്ത്യയിലുമുണ്ട്. ഇന്ത്യയിലെ വനങ്ങളെന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. അവിടെ അതിൻ്റെ സവിശേഷതകളെ കുറിച്ചൊക്കെ പഠിക്കാം. ഇപ്പോൾ ഒന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക, ലോകത്ത് പ്രധാനമായിട്ടും 2 തരം വനമാണ്. അതിലൊന്നാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളെ നമ്മൾ പറയും മഴക്കാടുകൾ എന്ന് പറയും. ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് ആമസോൺ മഴക്കാടുകൾ. ആമസോൺ മഴക്കാടുകൾ, അല്ലേ? അതായത് ലാറ്റിൻ അമേരിക്കയിൽ, തെക്കേ അമേരിക്കയിൽ, പ്രധാനമായിട്ടും ബ്രസീലിൻ്റെ ഭാഗത്തായിട്ട് കാണപ്പെടുന്ന വനമാണ് ആമസോൺ മഴക്കാടുകൾ, അല്ലേ? ഏറ്റവും വലിയ ഉഷ്ണമേഖലാ നിത്യഹരിത വനം, ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട്. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതെന്ന് ചോദിച്ചാൽ അതാണ് ആമസോൺ മഴക്കാടുകൾ. അത് ഉഷ്ണമേഖലാ നിത്യഹരിത വനമാണ്. മഴക്കാട് എന്ന് കാണുമ്പോൾ അറിയാം ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങളാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത എന്താണ്? ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങൾ. ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങൾ. ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങൾ എന്നുള്ളത് വേറെ രീതിയിലും പറയാം, ഉഷ്ണമേഖല പത്രപാതി വനങ്ങൾ. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് പഠിക്കണ്ട എന്ന് നമുക്ക് തോന്നുന്നത്. ഒരുപാട് വാക്കുകൾ, പരിചയമില്ലാത്ത വാക്കുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പഠിക്കണ്ട എന്ന് തോന്നും. പക്ഷേ ഇവിടെ വേറൊന്നുമില്ല. ഇല പൊഴിയും വനങ്ങൾ, മറ്റത് നിത്യഹരിത വനങ്ങൾ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. ഇവിടെ ഇല പൊഴിയും, അത് വിസിബിൾ ആവും. മറ്റിടത്തൊക്കെ പൊഴിയുന്നുണ്ട്, പക്ഷേ എല്ലാം കൂടെ ഒന്നിച്ച് പൊഴിയത്തില്ല. അതുകൊണ്ട് ആ പറഞ്ഞ എപ്പോഴും എന്താണ് നിത്യഹരിതമായിട്ട് നിൽക്കും. ഇവിടെയുള്ള ഈ പറഞ്ഞ വൃക്ഷങ്ങളെന്ന് പറയുന്നത് ഒന്നിച്ച് ഈ പറഞ്ഞ ഇല പൊഴിയുന്നവയാണ്. അപ്പോൾ അതുകൊണ്ട് ഇല പൊഴിയും വനങ്ങൾ, അല്ലെ? ഇല എന്നുള്ളതിൻ്റെ ഈ പറഞ്ഞ ഒരു പര്യായമാണ് പത്രം. ഇല എന്നുള്ളതിൻ്റെ ഒരു പര്യായമാണ് ഇത് പത്രം. മലയാളത്തിൽ പത്രം എന്ന് പറഞ്ഞാൽ ഇല എന്നൊരർത്ഥം കൂടിയുണ്ട്. മനോരമ എന്ന് മാത്രമല്ല, ഇല എന്നൊരർത്ഥം കൂടി ഉണ്ട്. അപ്പോൾ ഇല പൊഴിയും വനങ്ങൾ, അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാം പത്രപാതി വനങ്ങൾ, അല്ലെ? പത്രം പൊഴിക്കുന്ന പത്രപാതി വനങ്ങൾ, അല്ലെ? വേറൊരു തരം വനമാണ്. ഇനി ഇതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് കൂടി ഒന്ന് പരിചയപ്പെട്ട് വയ്ക്കണം. ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ്. ഡെസിഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല പൊഴിക്കുന്നത് എന്നർത്ഥം. ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ്. മറ്റൊരു ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. ഇത് ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ്. അപ്പോൾ ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങൾ, അല്ലെങ്കിൽ ഉഷ്ണമേഖല പത്രപാതി വനങ്ങൾ, അതുമല്ലെങ്കിൽ ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ്. ശരി, ഇനി ഇതിനെ നമ്മൾ പറയും മൺസൂൺ കാടുകൾ എന്ന് പറയും. മൺസൂൺ കാടുകൾ, അല്ലെ? മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് സംശയം വരരുത്. ഇല പൊഴിയും വനങ്ങളെയാണ് മൺസൂൺ വനങ്ങൾ എന്ന് പറയുന്നത്, അല്ലെ? ഇപ്പൊ മൺസൂൺ എന്നുള്ള വാക്ക്, മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്നത് ഇല പൊഴിയും വനങ്ങളാണ്. മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് എന്താണ്? ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങളാണ്. ആ വ്യത്യാസം ശ്രദ്ധിച്ചു വെക്കുക, അതൊരു മാർക്കാണ്. അപ്പൊ മഴക്കാട് എന്ന് പറഞ്ഞാൽ ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങളാണ്. മൺസൂൺ, അല്ലെ? മഴ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് മൺസൂൺ എഴുതാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ എന്ന് പറയുന്നത് മഴക്കാടുകൾ.
മൺസൂൺ വനങ്ങൾ എന്ന് പറയുന്നത് ഇല പൊഴിയും വനങ്ങളെയാണ് നമ്മൾ മൺസൂൺ വനങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 വനങ്ങളാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 തരം വനങ്ങൾ. വേറെയും വനങ്ങളുണ്ട്, അതെല്ലാം നമുക്ക് വരുന്ന ക്ലാസ്സിനകത്ത് പഠിക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആവശ്യമില്ലാത്ത ഒരൊറ്റ കാര്യം പോലും ഞാൻ ഈ ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടില്ല. അതായത് പഠിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്, അതെല്ലാം പഠിക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ പഠിക്കുന്നത് കൃത്യമായിരിക്കണം അല്ലേ? അപ്പോൾ ഈ നോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വായിച്ച് പഠിക്കണം. ഇതിൻ്റെ നോട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് PDF തരത്തില്ല. അതൊരു പുസ്തകമായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പുസ്തകം നിങ്ങൾ വാങ്ങിച്ചാൽ നല്ലതായിരിക്കും. പുസ്തകം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സ് വിചാരിക്കുന്ന 500 രൂപ, 600 രൂപ, 200 രൂപ, 300 രൂപ എന്നൊക്കെ ആയിരിക്കും. ഇത് ഈ പറഞ്ഞ 75 രൂപ മാത്രമേ ഉള്ളൂ. 88 പേജുള്ള ഒരു പുസ്തകമാണ്. ഈ പുസ്തകം എന്ത് ചെയ്താൽ മതി? ഒരെണ്ണം വാങ്ങിച്ചാൽ മതി. 75 രൂപ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കച്ചവടം ഒന്നുമില്ല. എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് കച്ചവടം എന്നുള്ള ഒരു ചിന്തയാണ് വരുന്നത്. 75 രൂപയുടെ പുസ്തകം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 40 രൂപയെങ്കിലും ആവും. ഇപ്പോഴത്തെ പോസ്റ്റൽ ചാർജ് അങ്ങനെയാണ്. പോസ്റ്റ് ഓഫീസ് വെറുതെ പോയി ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും. 10-40 രൂപയെങ്കിലും ഈ അയച്ചു തരുന്നതിനാവും. പിന്നെയുള്ളത് 10-35 രൂപയാണ്. ഈ പുസ്തകം പ്രിൻ്റ് ചെയ്യണ്ടേ, പിന്നെ അത് പ്രിൻ്റ് ചെയ്യണം, അത് ടൈപ്പ് ചെയ്യണം, അത് എഴുതണം, ഇതെല്ലാം കൂടെ ഒരു 10-30 രൂപയാണ്. പിന്നെ അതിനകത്ത് എന്ത് കിട്ടാനാണ്? ഒന്നും കിട്ടാനില്ല. പക്ഷേ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പരസ്യം എന്നുള്ള നിലയ്ക്ക് തരുന്നതാണ്. നിങ്ങൾക്ക് 75 രൂപയ്ക്ക് തരാം. പോസ്റ്റൽ ചാർജ് ഒന്നുമില്ല. 75 രൂപയ്ക്ക് ഈ പുസ്തകം നിങ്ങൾക്ക് അയച്ചു തരാം. 88 പേജേ ഉള്ളൂ. 88 പേജ് എന്ന് പറയുന്നത് ഒരു അഡ്വാൻറ്റേജ് ആണ്. ഒരു പുസ്തകത്തിന് 500 പേജുണ്ട്. 500 പേജ് പഠിച്ചാലും നിങ്ങൾക്ക് 20 മാർക്ക് കിട്ടുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ ഒരു പുസ്തകത്തിൽ 88 പേജേ ഉള്ളൂ. അത് പഠിച്ചാൽ നിങ്ങൾക്ക് 20 മാർക്ക് കിട്ടുമെങ്കിൽ അതാണ് അഡ്വാൻറ്റേജ്. 500 പേജുള്ള ഒരു പുസ്തകം പഠിച്ചിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ 18 മാർക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പഠിക്കാൻ പറ്റുന്നില്ല, പഠിക്കാൻ തോന്നുന്നില്ല. ഇതെല്ലാം കണ്ടപ്പോൾ എന്താണ്? മനസ്സും അടുത്തുപോയി. അങ്ങനെ മനസ്സും അടുത്തു പോകത്തക്ക വിധത്തിൽ 10,000 പേജുകൾ കുത്തി നിറച്ച് ഒരു സാധനം നിങ്ങളിലോട്ട് തരിക, നിങ്ങളുടെ കാശ് ഞാൻ വാങ്ങുക, അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമില്ലാതിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അത് ശരിയോ തെറ്റോ? ഇവിടെ അതല്ല. ഇവിടെ എനിക്കൊരു ഗുണവുമില്ല, പക്ഷെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണമുണ്ട്. നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. 40 രൂപയെങ്കിലും പോസ്റ്റൽ ചാർജ് ആവും. പിന്നെ അതിനകത്ത് എന്താണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 88 പേജുള്ള ഒരു പുസ്തകം, അത് A5 സൈസാണ്. A5 സൈസ് എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വാങ്ങിക്കുമല്ലോ, ആ ഒരു ബുക്കിൻ്റെ ഒരു സൈസ്. സാധാരണ റാങ്ക് ഫയൽ കുറച്ചുകൂടി വലുതാണ്, അത് A4 സൈസാണ്. ഇത് A5 സൈസ് എന്ന് പറയും, കുറച്ചുകൂടി ചെറുതാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, വളരെ പെട്ടെന്ന് പഠിച്ചു തീർക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഈ പറഞ്ഞതുപോലെ വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം വാങ്ങിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് കേൾക്കേണ്ട ആവശ്യം തന്നെ വരത്തില്ല. പെട്ടെന്ന് വായിച്ചു തീർക്കാം. 2-3 കൂട്ടുകാരുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു പുസ്തകം ഒരാൾ വാങ്ങിച്ചാൽ മതി. വാങ്ങിച്ചിട്ട് 4 പേര് വളഞ്ഞിരുന്ന് 2 ദിവസം കൊണ്ട് വായിച്ചു തീർത്ത് പഠിച്ചിട്ടങ്ങ് പോവാം. ഒരു സംശയവും വരത്തില്ല, തറയിൽ വയ്ക്കാനും തോന്നത്തില്ല. നിങ്ങൾ വായിച്ചു കൊണ്ടിരിക്കും, ഉറപ്പാണ്. ആ രീതിയിൽ തയ്യാറാക്കിയ പുസ്തകം. എന്തിനാണ് ഈ പുസ്തകത്തിനെ കുറിച്ച് ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇത് എഴുതിയത് ഞാനാണ്. അതുകൊണ്ട് അതിനകത്ത് എന്തുണ്ടെന്ന് എനിക്കറിയാം. ഇതിനകത്തുള്ള ഓരോ വരിയും എഴുതിയേക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് അതിനകത്ത് എന്തുണ്ട് എന്നും എന്തൊക്കെ വച്ചിട്ടുണ്ടെന്നും എന്തൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെന്നും ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അതിനകത്ത് വച്ചിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ. അതായത് ഈ അടുത്ത കാലത്ത് വനവുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന കറണ്ട് അഫയേഴ്സ് ഉണ്ടെങ്കിൽ അതുവരെ ഇതിനകത്ത് വച്ചിട്ടുണ്ട്. ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ പുസ്തകം വേണമെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വാങ്ങിക്കാം. ഈ പുസ്തകം വാങ്ങിച്ചിട്ട് നിങ്ങൾ ഈ പുസ്തകം ഫ്രണ്ടിൽ വെച്ച് ഈ ക്ലാസ് കേൾക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് വായിച്ച് പഠിച്ച് തീർക്കാനായിട്ടും കൂടി പറ്റും. അപ്പോൾ 88 പേജ് നിങ്ങൾക്ക് 75 രൂപ മാത്രം തന്നാൽ മതി. നിങ്ങൾക്ക് പോസ്റ്റൽ ചാർജ് തരേണ്ട ആവശ്യം വരുന്നില്ല. ഇതാണ് പുസ്തകം. എല്ലാ ടോപ്പിക്കും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ്, കൺസർവേഷൻ, IT ആക്ട്, ഇത്രയും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പുസ്തകം. അപ്പോൾ ഈ പുസ്തകം വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ നമ്പറിലോട്ട് എന്ത് ചെയ്യണം? വിളിക്കണം. വിളിക്കുമ്പോൾ ചിലപ്പോൾ എടുക്കത്തില്ല, കാരണം ഒരുപാട് കോൾ വരുന്നുകൊണ്ടിരിക്കുന്ന ഒരു നമ്പറാണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എടുക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? അത്
വാട്സപ്പ് ചെയ്താൽ മതി, നിങ്ങളൊരു മെസ്സേജ് ഇട്ടാൽ മതി, നിങ്ങളെ ഈ പറഞ്ഞ തിരിച്ച് വിളിച്ചുകൊള്ളും. അപ്പോൾ ഈ ഒരു പുസ്തകം വാങ്ങാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ശ്രമിക്കുക. എന്തായാലും ഇതിൻ്റെ PDF നോട്ട്സ് എന്ന് പറയരുത്, അതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഈ പുസ്തകം വാങ്ങിച്ചാൽ എല്ലാത്തിനുള്ള സൊല്യൂഷനായി നമ്മളിനി ഒരു 10-12 ദിവസം തുടർച്ചയായിട്ട് ഈ കാര്യങ്ങൾ പഠിക്കും. അത് പഠിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ്. ക്ലാസ് കേട്ടില്ലെങ്കിൽ പോലും ഈ പുസ്തകം നിങ്ങൾക്ക് ഗുണമാകും. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ക്ലാസ് മുതൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ ടോപ്പിക്കാണ് പഠിച്ചു തുടങ്ങിയത്. അതിൽ ഫോറസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങിയത്. ഇനി അടുത്ത ക്ലാസ്സിൽ ഇന്ത്യയിലെ വനങ്ങളിലോട്ടാണ് നമ്മൾ വരുന്നത്. അത് വരുമ്പോൾ അവിടെയുള്ള വൃക്ഷങ്ങൾ എന്താണ്, അവിടെയുള്ള ജീവജാലങ്ങൾ എന്താണ്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പതുക്കെ പഠിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ നമുക്ക് ഈ ഭാഗം നന്നായിട്ട് തീർക്കാം. ഒരു കാരണവശാലും പേടിക്കേണ്ട, ഉറപ്പായിട്ടും ഈ ക്ലാസ് നിങ്ങൾക്ക് ഗുണം ചെയ്യും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ഈ ചാനലിനെ നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് കൂടി എത്തിക്കുക. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.